നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം ഒന്ന് സെൻറ്ററിങ് ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമിയിൽ നിന്നും ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. സ്പിരിച്വൽ അനാറ്റമി സെഷനിൽ നമ്മൾ 10ാമത്തെ പോയിന്റിൻ്റെ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ്. 10ാമത്തെ പോയിന്റ് യാത്ര പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ 11ാമത്തെ പോയിന്റിലേക്ക് പോകാൻ റെഡിയായി എന്നല്ല എൻ്റെ ഉദ്ദേശം. ഇത് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ സ്വാംശീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ 10ാമത്തെ പോയിന്റ് ട്രാൻസിറ്റ് ചെയ്യും. 10ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രഭു പോയിന്റിൻ്റെ തുടക്കമാണ്. നമ്മൾ ബ്രൈറ്റർ വേൾഡിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിയേറ്റർ എന്നുള്ള ആ സ്റ്റേറ്റ് കടന്നു പോവുകയാണ്. ഇനി അങ്ങോട്ട് ഈശ്വരൻ ക്രിയേറ്റർ എന്നുള്ള ആ സ്റ്റാറ്റസിൽ പ്രവേശനമില്ല. അതിനേക്കാളും ഉപരി നമ്മൾ ലൈഫ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും എക്സിസ്റ്റൻസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക്, അതായത് ജീവിതം എന്നുള്ള സ്ഥലത്തു നിന്നും അസ്തിത്വം എന്നുള്ള തലത്തിലേക്കുള്ള ഒരു മാറ്റം, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10ാമത്തെ പോയിന്റിന്റെ 2 വിരൽ പുറകിൽ സഹസ്രദള കമലം ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സഹസ്രദള കമലം ഈ 2 ഇയർ ലോബിൻ്റെയും മോൾ ഭാഗം ഇങ്ങനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് സഹസ്രദള കമലം. സച്ചിത് ആനന്ദം, നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ് സച്ചിത് ആനന്ദം. ആധ്യാത്മികതയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും സഹജമാർഗത്തിൽ സ്പിരിച്വലായിട്ട് ഇതിന് വലിയ പ്രാധാന്യം ഇല്ല എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കടന്നു പോകുമ്പോൾ അസ്തിത്വത്തിൻ്റെ ആ ശരിക്കുള്ള സ്വഭാവമായിട്ടുള്ള ആനന്ദം അത് അനുഭവിക്കുന്നു. ആനന്ദം നമ്മുടെ കണ്ടന്റായിട്ട് മാറും. ഇതുവരെ നമുക്ക് ആനന്ദം അനുഭവിക്കേണ്ടിയിരുന്നു. എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് ആനന്ദം അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു.
ഇനി ആനന്ദം നമ്മുടെ കണ്ടന്റാണ്. പ്രവൃത്തി നിർവഹിക്കുമ്പോൾ ആനന്ദമാണ് അവിടെ നിർവഹിക്കുന്നത്, അസ്തിത്വമാണ് അവിടെ നിർവഹിക്കുന്നത്. അപ്പൊ അസ്തിത്വവും ജീവിതവും തമ്മിൽ വ്യത്യാസം എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അസ്തിത്വം എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിത്വമാണ്. ജനന മരണ ചക്രത്തിന് അപ്പുറം എപ്പോഴും എല്ലായ്പ്പോഴും ഉള്ള എറ്റേണൽ ആയിട്ട് എക്സിസ്റ്റൻസ്. അപ്പോൾ മരണം എന്നുള്ള ആ ഒരു ബോധം ഇല്ലാണ്ടേ എക്സിസ്റ്റൻസ് വരുമ്പോൾ, ആ എക്സിസ്റ്റൻസ് പ്രകടിപ്പിക്കാനായിട്ട് സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഡയമെൻഷനിലേക്ക് വരുമ്പോൾ അതിനെ ജീവിതം എന്ന് പറയും, ലൈഫ് എന്ന് പറയും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോ അർജുന. ബ്രഹ്മാവ് തൊട്ടിട്ടുള്ള എല്ലാ ലോകങ്ങളും ആവർത്തി ചെയ്യപ്പെടുന്നു, തുടക്കവും അവസാനവും ജനന മരണ ചക്രത്തിൽ നിൽക്കുന്നു. പക്ഷേ എൻ്റെ പരംധാമം ഇതിനപ്പുറമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. എറ്റേണൽ ആയിട്ടുള്ള ആ ഒരു സ്വഭാവമാണ് അവിടെ. അപ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കൂ. എന്തായിരിക്കും എക്സ്റ്റേണൽ എക്സിസ്റ്റൻസ്? അത് നമുക്ക് വിഭാവന ചെയ്യാനേ സാധിക്കുള്ളൂ. ഒരിക്കലും അത് വാക്കുകൊണ്ട് പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം വാക്കുകളും ചിന്തകളും എല്ലാം സമയത്തിൻ്റെയും സ്പേസിൻ്റെയും ഡയമെൻഷനിൽ നിലകൊള്ളുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? കാരണം എല്ലായിടത്തും ആയിക്കഴിഞ്ഞു, അബ്സല്യൂട്ടിന്റെ സ്വഭാവം വരാൻ തുടങ്ങി, പ്രഭുഭാവം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? മാസ്റ്ററുടെ അതേ ക്യാരക്ടർ അനുഭവിക്കാൻ തുടങ്ങി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ട്രിനിറ്റി, അതാണ് ശരിക്കും പ്രവൃത്തി ചെയ്യാനുള്ള കാരണമായിട്ട് ഇരുന്നത്. ഇപ്പോൾ പിതാവും പുത്രനും ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. പുത്രൻ തന്നെയാണ് പിതാവ് എന്നുള്ള ബോധം, പ്രഭുഭാവം, അത് അവിടെ നിൽക്കുകയാണ്. പക്ഷെ ആ ഡയമെൻഷൻ ഈ താണ്ടി പോകേണ്ട ആവശ്യമുണ്ട്. പ്രഭുഭാവം നമ്മൾ കടന്നു പോകണം. അപ്പൊ അത് താണ്ടി പോകാനാണ് നമുക്ക് ഇവിടെ ഒരു ജീവിതം. നമ്മൾ അവിടെ സ്പിരിച്വൽ എൻറ്റിറ്റി എക്സ്പാൻഷൻ, അസ്തിത്വത്തിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എക്സ്പാൻഷൻ പറയാൻ സാധിക്കില്ല. പക്ഷെ അവിടെ യാത്ര തുടരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിസിക്കൽ ബോഡി ഇവിടെ ആവശ്യമുണ്ട്. ഇതൊരു അത്ഭുതമാണ്. സ്പിരിച്വൽ എൻറ്റിറ്റി അവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ ഫിസിക്കൽ ബോഡി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് എന്നുള്ള പുസ്തകമുണ്ട്. ബാബുജി മഹാരാജും ലാലാജി മഹാരാജും സ്വാമി വിവേകാനന്ദനും അതുപോലെ മാസ്റ്റേഴ്സൊക്കെ ഹെലൻ പേരറ്റ് എന്നുള്ള മാധ്യമത്തിലൂടെ നൽകിയിരിക്കുന്നു നമുക്ക്. 10,000-കണക്കിന് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ അതിലൊരു സ്ഥലത്ത് സ്പിരിച്വൽ എൻറ്റിറ്റി എന്നുള്ള ഒരു വ്യക്തിത്വം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് സ്പിരിച്വൽ എൻറ്റിറ്റി? അപ്പോൾ അന്ന് ഇവിടെ ഭൂമിയിലുണ്ടായിരുന്ന ചാരിജി മഹാരാജിന്റെ തന്നെ സ്പിരിച്വൽ എൻറ്റിറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. ചാരിജി മഹാരാജിനോട് തന്നെ സംസാരിക്കും സ്പിരിച്വൽ എൻറ്റിറ്റി. അതൊരു അത്ഭുതമല്ലേ? അപ്പോൾ ആ സ്പിരിച്വൽ എൻറ്റിറ്റി വേറെ ഡയമെൻഷനിൽ ഈ മീഡിയമായിട്ടും ബാബുജി മഹാരാജും ലാലാജി മഹാരാജുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാസ്റ്റർ നമ്മുടെ കൂടെ ഇവിടെ, ചാരിജി മഹാരാജ് ഇവിടെ ശരീരസ്ഥനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ വേദനകളിലും വിഷമങ്ങളിലെല്ലാം പങ്കിട്ട് മാസ്റ്റർ തന്നെ മാസ്റ്ററുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ എവല്യൂഷൻ, സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് ആ കണ്ടീഷൻ, അത് മെർജൻസിലേക്ക്, പൂർണ്ണമായിട്ടുള്ള സ്പെഷ്യൽ പേഴ്സണാലിറ്റിയുമായുള്ള മെർജൻസിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്. അപ്പോൾ ആ റെസ്റ്റ്ലെസ്നെസ് ശരിക്കും പ്രകടമാവുന്നത് ഭൗതിക ജീവിതത്തിലാണ്. അതായി തീരണം എന്നുള്ള റെസ്റ്റ്ലെസ്നെസ് അറിയില്ല, എന്താണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ആ ക്രേവിങ് ഉണ്ട്. എത്രയും കൂടുതൽ 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 മാസ്റ്റർ സെർവ് ചെയ്യണം എന്നുള്ള ക്രേവിങ് ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഒരു ശരീരം തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്നു പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റി ഉള്ള മാസ്റ്റേഴ്സ് ബ്രൈറ്റർ വേൾഡിൽ അവിടെ നിലകൊള്ളുമ്പോൾ ഇവിടെ ഭൂമിയിൽ വന്ന് പ്രവർത്തിച്ച കഥകൾ, എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവതാരങ്ങൾ തന്നെ ആ ഒരു രൂപത്തിലായിരിക്കും. ഇവിടെ പ്രവർത്തിക്കുമ്പോഴേക്കും അവരുടെ എൻറ്റിറ്റി അവിടെയാണ്. എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെ അവസാനിക്കുക, എൻറ്റിറ്റി അവിടെ തീരുമാനിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വീട്ടിൽ നമ്മുടെ കണക്ഷൻ ഉണ്ട്. ഞാൻ അച്ഛനാണ്, ഞാൻ പുത്രനാണ് എന്നുള്ള കണക്ഷനാണ്. ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം എന്നെ റെഗുലേറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ പുത്രൻ, എൻ്റെ ഭർത്താവോ, ഈ കാര്യങ്ങൾ എന്നെ റെഗുലേറ്റ് ചെയ്തത്. അത് എൻറ്റിറ്റി. നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം.
അപ്പോൾ അവിടെ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഇവിടെ വീട്ടിൽ അതിൻ്റെ ബെനിഫിറ്റ് നടക്കും. അതിൽ വീട്ടിൽ ഉള്ള ഈ എക്സ്പാൻഷൻ, സ്പിരിച്വൽ എൻറ്റിറ്റിയുടെ എക്സ്പാൻഷൻ അത് ജോലി സ്ഥലത്തും കാണിക്കുന്നു. ഏകദേശം ഇതുപോലെ തന്നെ ആ എക്സ്പാൻഷൻ ഇവിടെ ഭൗതിക ജീവിതത്തിൽ പെർഫെക്റ്റ് മാസ്റ്ററി ആയിട്ട് കൂടുതൽ 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 റിവീൽ ചെയ്യപ്പെടുന്നു. നമ്മളെല്ലാം ട്രാൻസെൻഡ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് നമ്മുടെ ഒരേ ഒരു സ്വഭാവമായിട്ട് മാറുക. നമ്മൾ മാനസികമായിട്ടുള്ള റെസ്റ്റ്ലെസ് എന്ന് പറയുമ്പോൾ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞ എന്നുള്ള ഭാവത്തിൽ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ചാഞ്ചല്യം മാറും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ആ തരത്തിലുള്ള റെസ്റ്റ്ലെസ്നെസ് അല്ല. കാരണം ഇത് മനസ്സിൻ്റെ മണ്ഡലം താണ്ടിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് മൈൻഡിലേക്ക് എത്തണം. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായുള്ള ഫസ്റ്റ് മൈൻഡിലേക്കാണ് കണക്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ സ്വാമി രാമകൃഷ്ണ പരമഹംസൻ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തിനെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, തുലനം ചെയ്തിട്ട്. അപ്പം മത്സ്യം നീന്തൽ നിർത്തിക്കഴിഞ്ഞാൽ മത്സ്യത്തിന് മുന്നിൽ ജീവിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അവിടെ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപീകരിക്കുമ്പോഴും പ്രവർത്തനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒറിജിനൽ പേഴ്സണാലിറ്റിയുടെ ഡയറക്ഷൻ പ്രകാരം ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ പെയിൻ, ആധ്യാത്മികമായിട്ടുള്ള ആ ഫൈനൽ മർജറുള്ള പെയിൻ, അത് മാത്രമാവുന്നു നമ്മുടെ ഒരു എന്താ പറയുക സ്വഭാവവിശേഷത. റെസ്റ്റ്ലെസ്നെസ് മാത്രമാവുന്നു ആ സ്വഭാവവിശേഷത. അതുകൊണ്ടാണ് ചാരിജി മഹാരാജ് പറഞ്ഞത് പെയിൻ തന്നെയാണ് ലവ് എന്നാണ്. ആ വേദന കാത്തിരിക്കുകയാണ് ഫൈനൽ മർജൻസ്. പക്ഷേ ഇവിടെ ആ സ്പെഷ്യൽ പേഴ്സണാലിറ്റിക്കായിട്ട്, ആ സുപ്രീം പേഴ്സണാലിറ്റിക്ക് ആയിട്ട് ഇവിടെ റെപ്രസെൻറ്റേഷനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ 10ാമത്തെ പോയിന്റിൽ നിന്ന് 11ാമത്തെ പോയിന്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്വഭാവം നമ്മുടെ ഭാഗമാണ്. വല്ലാത്തൊരു റെസ്റ്റ്ലെസ്സും വല്ലാത്തൊരു ഹെൽപ്ലെസ്സും നമ്മൾക്ക്. പക്ഷെ പൂർണ്ണ ബോധമുണ്ട്, ഇനി വീഴ്ചയില്ല എന്നൊരു ബോധമുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ 10ാമത്തെ പോയിന്റിൽ നിന്ന് 11ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യാൻ പോകണം. 11ാമത്തെ പോയിന്റിന്റെ പ്രധാന എലിമെന്റ് എർത്താണ്, ഭൂമിയാണ്. 10ാമത്തെ പോയിന്റിന്റെ 12 o'clock പൊസിഷനിലാണ് ഭൂമി, എർത്ത് എലിമെന്റ് ഉള്ളത്. അവിടുന്ന് നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ്, 11ാമത്തെ പോയിന്റ് സെന്ററിലേക്ക് നീങ്ങുകയാണ് ഒരു സജഷൻ. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ 10ാമത്തെ പോയിന്റിലെ ക്വാളിറ്റീസ് എല്ലാം സ്വാംശീകരിച്ചിട്ട് 11ാമത്തെ പോയിന്റിലേക്ക് നീങ്ങാൻ മാസ്റ്ററോടുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഭക്തി സ്നേഹഭാവത്തോടു കൂടിയിട്ട് തയ്യാറായിരിക്കുകയാണ്, പ്രാർത്ഥനാഭാവത്തിരിക്കുകയാണ്. 11ാമത്തെ പോയിന്റിൻ്റെ ക്വാളിറ്റീസിലേക്ക് നമ്മൾ ഒരു ഷിഫ്റ്റ് നടത്താൻ പോകണം. നമ്മൾ കടന്നുപോയ 10ാമത്തെ പോയിന്റിൻ്റെ സ്വഭാവമായിട്ടുള്ള ബിലോങ്ങിങ്നെസ്, ആ ബിലോങ്ങിങ്നെസ്സിൽ പഞ്ചഭൂതങ്ങളുടെ സ്വഭാവവിശേഷതകളായിട്ടുള്ള ക്ഷമ, സംതൃപ്തി, ശാന്തത, ആഴത്തിലുള്ള ഭക്തി സ്നേഹഭാവങ്ങൾ, ആത്മധൈര്യം, പൂർണ്ണമായിട്ടുള്ള വിവേകബോധം, അത് സ്വാംശീകരിച്ച് നമ്മൾ 11ാമത്തെ പോയിന്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യണം. 10ാമത്തെ പോയിന്റിൻ്റെ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെന്റ്. നമ്മൾ ഡയറക്റ്റായിട്ട് 10ാമത്തെ പോയിന്റ് മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. നമ്മൾ 5ാമത്തെ പോയിന്റിൽ നിന്ന് 10ാമത്തെ പോയിന്റ് ശ്രദ്ധ തിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് 11ാമത്തെ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ധ്യാനം ആരംഭിക്കാം. ധ്യാനം എപ്പോഴും ഫസ്റ്റ് പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ട്, അവിടെ ധ്യാനം ആരംഭിക്കും. ഹൃദയത്തിലുള്ള
ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. പതുക്കെ ശ്രദ്ധ അഞ്ചാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരൂ. കഴുത്തിന് താഴെ ലോവർ പാർട്ടാണ് അഞ്ചാമത്തെ പോയിന്റ്, വായുചക്രം. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് 10ാമത്തെ പോയിന്റിലേക്കാണ്. 10ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ സഹസ്രദള കമലത്തിന് 2 പേരിൽ മുന്നിലാണ്. സെന്ററിൽ വായുചക്രമാണ്. 10ാമത്തെ പോയിന്റിൽ ധ്യാനം ആരംഭിക്കൂ. Please start meditation. മാസ്റ്ററോടുള്ള പൂർണ്ണ ഭക്തി സ്നേഹഭാവങ്ങളോടുകൂടി 10ാമത്തെ പോയിന്റിന്റെ 12 o'clock ക്വസ്റ്റ്യൻ എർത്ത് എലിമെന്റ് ആണ്. അവിടെ നിന്നും 11ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 11ാമത്തെ പോയിന്റ് 10ാമത്തെ പോയിന്റിൽ നിന്ന് ഒരു 4 പേരിൽ പുറകിലേക്കായിരിക്കും. അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ധ്യാനം ആരംഭിക്കും. ഓക്കെ, ഈ കണ്ടീഷൻ നിലനിർത്തി അടുത്ത സെഷനിലേക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള ബോധത്തോടു കൂടി പതുക്കെ കണ്ണുകൾ തുറക്കും.